സെപ്പറേറ്റ് ആയിട്ട് പ്രസൻ്റ് ആയിരിക്കും. The next one is cell division during gamete formation. Gamete in the heterogametic species are of two types, namely male and female. നേരത്തെ ഗമീറ്റ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞു മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് പ്രസൻ്റ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത്. ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ്. എ ഹാപ്ലോയിഡ് പാരൻറ്റ് organisms belongs to Monera, fungi, algae and bryophytes produces gametes by mitotic division. ഈ ഗമീറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ബട്ട് പാരൻസ്, അതായത് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഹാപ്ലോയിഡ് ആകാം അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആകാം. ബട്ട് എപ്പോഴും ഗമീറ്റ്സ് ഹാപ്ലോയിഡ് ആയിരിക്കും. ഒരു ഹാപ്ലോയിഡ് പാരൻറ്റ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയും ഒരു ഡിപ്ലോയിഡ് പാരൻറ്റ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് വഴിയുമായിരിക്കും. മിയോസിസ് റിഡക്ഷൻ ഡിവിഷനാണ്. ഈ മൈറ്റോസിസും മിയോസിസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ മൈറ്റോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് ആണ് ഹാപ്ലോയിഡ് പാരൻസിനുള്ളത്. പക്ഷേ ഡിപ്ലോയിഡ് പാരൻസിൽ മിയോസിസ് വഴിയാണ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഡിപ്ലോയിഡ് പാരൻറ്റ്, അതായത് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് പ്രൊഡ്യൂസസ് ഗമീറ്റ്സ് ബൈ മിയോസിസ്. മിയോസിസ് ഇസ് റിഡക്ഷൻ ഡിവിഷൻ. സോ അതെന്ത് റെഡ്യൂസ് ചെയ്യുന്നു? ക്രോമസോംസ് നമ്പറിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഡിപ്ലോയിഡ് 2n ആയിരിക്കുന്ന പാരൻറ്റിനകത്തുള്ള സെൽസിനെ റിഡക്ഷൻ ഡിവിഷൻ വഴി n ആക്കി, അതായത് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഹാപ്ലോയിഡ് ഗമീറ്റ് ആക്കി മാറ്റുന്നു. ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് മിയോസൈറ്റ്സ് അണ്ടർഗോ മിയോസിസ്. ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെ അകത്ത് മിയോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സെൽസ്, അതായത് ഗമീറ്റ്സ് മദർ സെൽ, ഗമീറ്റ് ഉണ്ടാകാനുള്ള അതിൻ്റെ പാരൻറ്റ് സെല്ലിനെയാണ് ഗമീറ്റ് മദർ സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് മിയോസൈറ്റ്സ്. ഈ മിയോസൈറ്റ്സ് ആണ് മിയോസിസിന് വിധേയമായി അവിടെ ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫോം ചെയ്യിക്കുന്നത്. At the end, only one set of chromosomes gets incorporated into each gamete. ഈ മിയോസിസ് നടന്നു കഴിഞ്ഞതിന് ശേഷം ഗമീറ്റ് മദർ സെൽസ് ഡിവൈഡ് ചെയ്ത് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമസോം അതിനകത്തോട്ട് പോകുന്നു. ഗമീറ്റ് ട്രാൻസ്ഫർ. After the formation of male and female gamete, they must be physically brought together to facilitate fertilization. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്തതിന് ശേഷം അത് അടുത്തടുത്ത് വരണം, എന്നാലേ അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. In majority of organisms, male gamete is motile and the female gamete is stationary. So, there is a need for a medium through which the gamete move. Male gamete move ചെയ്യാനുള്ളൊരു മീഡിയം വേണം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിൻ്റെ അകത്തും മെയിൽ ഗമീറ്റ് മോട്ടൈൽ ആയിരിക്കും, ഫീമെയിൽ ഗമീറ്റ് സ്റ്റേഷനറി ആയിരിക്കും. സോ ഈ സ്റ്റേഷനറി ആയിരിക്കുന്ന ഫീമെയിൽ ഗമീറ്റിൻ്റെ അടുത്ത് മെയിൽ ഗമീറ്റിന് എത്തണമെങ്കിൽ ഈ മോട്ടൈലായിട്ടുള്ള മെയിൽ ഗമീറ്റ് മൂവ് ചെയ്യണം. അതിന് മൂവ് ചെയ്ത് വരണമെങ്കിൽ അവിടെ ഒരു മീഡിയം പ്രസൻ്റ് ആയിരിക്കണം. ഇനി ചില ഫഞ്ചയിലും ആൽഗയിലും 2 ഗമീറ്റ്സും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സും മോട്ടൈലായിരിക്കും, ചില എക്സെപ്ഷൻസിൽ മാത്രം. Then plants like some algae, bryophytes and pteridophytes, water is the medium through which this gamete transfer takes place. ഈ ലോവർ പ്ലാന്റ്സ് ആയ ആൽഗയിൽ ബ്രയോഫൈറ്റ്സിലൊക്കെ വാട്ടർ മിക്കവാറും മീഡിയം ആകാറുണ്ട്. വാട്ടർ വഴിയാണ് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് മൂവ് ചെയ്ത് അത് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഇൻ സീഡ് പ്ലാന്റ്സ് pollen grains are the carriers of the male gametes and ovule have the egg. സീഡ് പ്ലാന്റ്സിനകത്ത് മെയിൽ ഗമീറ്റ്സിനെ ക്യാരി ചെയ്ത് ഒവ്യൂളിനകത്തുള്ള എഗ്ഗിലെത്തിക്കുന്നത് പോളൻ ഗ്രെയിൻസ് ആണ്. Pollen grains produced in anthers therefore have to be transferred to the stigma before it can lead to fertilization. Pollen grains ആന്തേഴ്സിലാണ് ഫോം ചെയ്യുന്നത്. ആന്തറിൽ ഫോം ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് എങ്ങോട്ട് പോകുന്നു? സ്റ്റിഗ്മയിലോട്ട് ആദ്യം പോകുന്നു, എന്നിട്ടാണ് ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, നമ്മുടെ സിമ്പിളായിട്ട് ഹിബിസ്കസ് തന്നെ എടുത്താൽ, ചെമ്പരത്തി തന്നെ എടുത്താൽ, ചെമ്പരത്തിയുടെ ആന്തറും സ്റ്റിഗ്മയും ഒക്കെ എങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ദിസ് ഈസ് ദ ആന്തർ. ഈ യെല്ലോ കളറിലുള്ള ഇതാണ് ആന്തർ. ആന്തറിന് തൊട്ട് താഴെ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതായത് ഫിലമെൻ്റ് ഉണ്ട്. ഇതിനെ ഒരുമിച്ചാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചേഴ്സ്, ഈ റെഡ് സ്ട്രക്ചേഴ്സ് 5 അതാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ കഴിഞ്ഞിട്ട്
ഇതിന് താഴോട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലോങ് ട്യൂബ് ഉണ്ട്, അതാണ് സ്റ്റൈൽ. ഇനി ഓവറി ഉണ്ട്. ഓവറി ഇതിൻ്റെ ഇൻസൈഡ്. നമുക്ക് ഈ ഫ്ലവറിനെ ഡിസെക്ട് ചെയ്ത് നോക്കിയാൽ അതിനകത്തുള്ള ഓവറി കാണാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ ഈ മൊത്തത്തിലുള്ള സ്ട്രക്ചർ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറിയാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ ബൈസെക്ഷൽ പ്ലാന്റ്സ്, എക്സാമ്പിൾ പി എടുത്തു നോക്കുവാണെങ്കിൽ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ. Transfer of pollen grains to the stigma are located close to each other. Pollen grains soon after they are shed come in contact with the stigma. ബൈസെക്ഷൽ പ്ലാന്റ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ബൈസെക്ഷൽ എന്ന് വെച്ചാൽ സ്റ്റിഗ്മയും അതായത് മെയിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരെണ്ണത്തിൽ തന്നെ പ്രസൻ്റ് ആയിരുന്നാൽ, സെയിം ഇൻഡിവിജ്വലിൽ പ്രസൻ്റ് ആയിരുന്നാൽ അതാണ് ബൈസെക്ഷൽ പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിഗ്മ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആൻഡ് എഗ് വളരെ അടുത്തടുത്തായത് കാരണം പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ബട്ട് ഇൻ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ഇവൻറ്റ്സ് കോൾഡ് പോളിനേഷൻ ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു സ്റ്റിഗ്മ. ഇനി ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ, അതായത് യുണിസെക്ഷൽ പ്ലാന്റ്സിൽ, അത് സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും. മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും സെപ്പറേറ്റഡ് ആണ്. സോ മെയിൽ പ്ലാന്റിലുള്ള പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പ്ലാന്റിൽ എത്തണമെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കണം. ഈ പ്രോസസ്സിൻ്റെ പേരാണ് പോളിനേഷൻ. ദിസ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് പിസ്റ്റിൽ ഈസ് കോൾഡ് പോളിനേഷൻ. Pollen grains germinate on the stigma and the pollen tubes carrying the male gametes reach the ovule and discharge male gamete near the egg. ഇവിടെ ആന്തറിലെ പോളൻ ഗ്രെയിൻസ് ആദ്യം സ്റ്റിഗ്മയിലെത്തുന്നു. ദെൻ സ്റ്റിഗ്മ ഈ പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്ത് സ്റ്റൈല് വഴി താഴത്തെ ഒവ്യൂളിനകത്തുള്ള എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നോക്കിയാൽ, ഫസ്റ്റ് ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് പോളിനേഷൻ വഴി സ്റ്റിഗ്മയിലെത്തുന്നു. സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈലിൽ നിന്ന് ഓവറി, ഒവ്യൂൾ, then fertilize with egg. In dioecious animals, since male and female gametes are formed in different individuals, the organisms must involve a special mechanism for gamete transfer. പ്ലാന്റ്സിലാണെങ്കിൽ ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് നേരത്തെ പറഞ്ഞ ആ തരത്തിലാണ്. ബട്ട് ഇൻ ഡയോഷ്യസ് ആനിമൽസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പ്രോസസ്സ് നടന്നാൽ മാത്രമേ മെയിലിനകത്തുള്ള മെയിൽ ഗമീറ്റ്സ് ഫീമെയിലിനകത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നിങ്ങൾ തൊട്ടടുത്ത ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇതാണ് പോളിനേഷൻ ഓഫ് പ്ലാന്റ്സ്. നിങ്ങൾ നേരത്തെ പഠിച്ച സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. ബൈസെക്ഷൽ പ്ലാന്റ്സിൽ നടക്കുന്നത് സെൽഫ് പോളിനേഷനും യൂണിസെക്ഷലിൽ നടക്കുന്നത് ക്രോസ് പോളിനേഷനും ആയിരിക്കും. സെൽഫ് പോളിനേഷനിൽ ഈ പിക്ചറിൽ പറയുന്നത് പോലെ ഒരു ഫ്ലവറിനകത്ത് തന്നെ അതിൻ്റെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേമനും പിസ്റ്റിലും പ്രസൻ്റ് ആണ്. ഇതിനകത്തുള്ള പോളൻ ഗ്രെയിൻസ് നേരെ വന്ന് ഈ സെയിം ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വീഴുന്നു. ദെൻ ഈ സ്റ്റിഗ്മ സ്റ്റൈല് വഴി നേരെ ഈ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ്സ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് സെൽഫ് പോളിനേഷൻ. ബട്ട് ഇൻ ക്രോസ് പോളിനേഷൻ ഒരു മെയിൽ പ്ലാന്റ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഈ മെയിൽ പ്ലാന്റിൻ്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എന്തെങ്കിലും, ഇതിലിപ്പോൾ ഇൻസെക്ട് പോളിനേഷനാണ് കൊടുത്തേക്കുന്നത്, ഈ ഇൻസെക്റ്റ് വഴി അടുത്ത ഫീമെയിൽ ഫ്ലവറിൻ്റെ പിസ്റ്റിലിൽ വീഴുന്നു, ഈ സ്റ്റിഗ്മയിൽ വീഴുന്നു. സ്റ്റിഗ്മ സ്റ്റൈല് വഴി ഇതിനെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇൻസെക്ട് പോളിനേഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പോളിനേഷൻ്റെ വിവിധ ടൈപ്സ് ഒക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.